നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ള പ്രമുഖ നേതാക്കൾക്കും ഏറെ ആശങ്കയുണ്ടാകുന്ന ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്ന മുൻ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായി പോകുന്നത്. ഉന്നത നേതാക്കളെ അടക്കം വീട്ടിലാക്കുമ്പോൾ ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്കയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടി കേസ് കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിട്ട് ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ കുരുക്ക് കൂടുതൽ മുറുകിയെന്ന് പറയുന്നതാണ് ശരി. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തോടുകൂടി തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതൊക്കെ ഏറെ വിവാദമായിരുന്നു, വാർത്തയിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഇനി ED സംഘം എത്തുമ്പോൾ കാര്യങ്ങൾ ഇരട്ടി അവതാളത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഉന്നത ഉദ്യോഗസ്ഥരും ഇടനിലക്കാരുമൊക്കെ ഏറെ ആശങ്കയോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. ഇനി വീണ്ടും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയടക്കം ഏറി വരുന്നു. കേസ് ഫയലുകൾ കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ തകൃതിയായി അന്വേഷണം ആരംഭിക്കുകയാണ് ED. കൊച്ചിയിലെ ED ആസ്ഥാനത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു നിർണായക യോഗം ചേരുകയും ഏത് ദിശയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കട്ടളപ്പാളിയും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയതെങ്കിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ശബരിമലയിൽ നടത്തിയ സകലമാന കൊള്ളകളും പുറത്തു കൊണ്ടുവരാനാണ് ED സംഘം തയ്യാറെടുത്തിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച് പകരം ചെമ്പുപാളികൾ വെച്ചതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഒഴുകിയിരിക്കുന്നത്. ആ പണം ആരുടെ പക്കലേക്കാണ് ഒഴുകിയിരിക്കുന്നത്? ആരാണ് അത് കൈകാര്യം ചെയ്തത്? എന്തിനു വേണ്ടിയായിരുന്നു ആ പണം സമാഹരിച്ചത്? ആ പണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് ഏതു വിധത്തിൽ വിനിയോഗിച്ചു? ഇതിനപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ നേരത്തെ പലരും പരാമർശിച്ചു. അത്തരത്തിലുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം പുരോഗമിക്കും. NIA അടക്കം സഹായം തേടാൻ ED തയ്യാറെടുക്കും. ഹവാല ഇടപാടുകളിലൂടെ ഈ പണം വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്തിയിട്ടുണ്ടെന്നുള്ള സംശയമുണ്ട്. അത് പരിശോധിക്കാൻ സാമ്പത്തിക വിദഗ്ധരുടെ അടക്കം സഹായം തേടുന്നു. നിലവിൽ ജയിലിലുള്ള പ്രതികളായിട്ടുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും മറ്റുള്ളവരെയും ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ കോടതിയുടെ അനുമതിയും ED തേടും. അതിനുശേഷം ഇവരുടെ കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസെടുത്തതോടെ പ്രതികളുടെയും അവരുടെ ബിനാമികളുടെയും പേരിലുള്ള ഭൂമി, ബാങ്ക് നിക്ഷേപം തുടങ്ങിയ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടനടി തന്നെ ED ആരംഭിക്കുമെന്ന് സാരം. ഇതെന്തായിരുന്നാലും മുൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളിലേക്കും മേലുദ്യോഗസ്ഥരിലേക്കുമൊക്കെ അന്വേഷണം നീളുമെന്ന ഒരു സൂചന കൂടി നൽകിയിരിക്കുന്നു. ഒരിക്കലും ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഇതിൽ നിന്നും പുറത്തു കടക്കാനും സാധിക്കില്ല. കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാന രേഖകൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് കാണാതായത് അന്വേഷണ സംഘം ഏറെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള ഗുരുതരമായ വിഷയമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും, ഓഫീസിൽ നിന്നും, ദേവസ്വം ബോർഡിൽ നിന്നും എങ്ങനെയാണ് നിർണായക രേഖകൾ കാണാതാകുന്നത്? അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു? അതിൽ എന്ത് തരത്തിലുള്ള അട്ടിമറിയാണ് സംഭവിച്ചത്? ഇതൊക്കെ തിരിച്ചറിയാൻ ഡിജിറ്റൽ തെളിവുകൾ ED വീണ്ടെടുക്കും. ഒളിവിൽ കഴിയുന്ന ചില പ്രതികൾ രാജ്യം വിടാതിരിക്കാനായിട്ടുള്ള നടപടി എന്ന രീതിയിൽ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനും നീക്കമുണ്ട്. പ്രതികൾക്ക് പോലും അറിയില്ല ആരുടെ അടുത്തേക്കാണ് ഇനി അടുത്തതായി അന്വേഷണ സംഘം എത്തിച്ചേരുക എന്നുള്ളത്. സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഒട്ടും തന്നെ പര്യാപ്തമല്ല എന്ന് കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നുണ്ട്. ഒരു മഞ്ഞുമലയുടെ അറ്റത്ത് മാത്രമാണ് ഇപ്പോഴും SIT നിൽക്കുന്നത്. മുന്നിലേക്ക് ചുവടെടുത്ത് വയ്ക്കാൻ ഒരുപക്ഷെ ഭയമായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ EDയെ സംബന്ധിച്ച് അത്തരം ഭയമോ പരിഭ്രമിക്കേണ്ട ആവശ്യകതയോ ഒന്നും തന്നെ വരുന്നില്ല. വരും ദിവസങ്ങളിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും ഭണ്ഡാരത്തിലും അടക്കം ED ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയുള്ള പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളും ഇക്കൂട്ടത്തിൽ പരിശോധിക്കും. കേസ് ഫയലുകൾ വിട്ടുകിട്ടാൻ വേണ്ടി കോടതിയിൽ നിന്നും ഉത്തരവ് സമ്പാദിച്ചത് തന്നെ ആദ്യത്തെ ഒരു വെന്നിക്കൊടിയായി ED നോക്കിക്കാണുന്നുണ്ട്. ഈ കേസിൽ നേരിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ഉരുക്കി വിറ്റതിലൂടെ കിട്ടിയ പണം അത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉന്നതർ വീതം വെച്ചെടുത്തിട്ടുണ്ടാകും എന്ന നിഗമനം നിലവിലുണ്ട്. എന്നാൽ അത് മറ്റ് കക്ഷികളിലേക്കോ മറ്റ് ഘടകങ്ങളിലേക്കോ സംഘടനകളിലേക്കോ ഒക്കെ തന്നെ പോയിട്ടുണ്ടോ എന്ന സംശയം ഏറെ ബലപ്പെടുന്നുണ്ട്. പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു, മുൻ തിരുവാഭരണ കമ്മീഷണറായ ബൈജു എന്നിവരുടെ പങ്ക് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ED വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് പറയേണ്ട മറ്റൊരു കാര്യം, പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലൂടെ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കരദാസിനും N. വിജയകുമാറിനും സ്വർണ്ണത്തിൻ്റെ കൈമാറ്റത്തെക്കുറിച്ച് ധാരണയുണ്ടെന്ന മൊഴിയാണ് ഇപ്പോൾ കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്നെയാണ് ഇവർക്ക് ഏറെ പാരയായി മാറിയത്. ഇവർ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് എല്ലാം ചെയ്തെന്നും പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലതെന്നും പത്മകുമാറിനെ മാത്രം വേട്ടയാടേണ്ടതില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്വർണ്ണപ്പാളി കൈമാറാനുള്ള പത്മകുമാറിൻ്റെ തീരുമാനത്തെ ബോർഡ് അംഗീകരിച്ചതിനും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്.
മൂവരും ചേർന്നെടുത്ത ദേവസ്വം ബോർഡിൻ്റെ തന്നെ തീരുമാനമാണ് തനിക്ക് പാളികൾ കൈമാറാനുള്ളതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും പ്രത്യേകം പ്രതി ചേർക്കാനാണ് SIT നീക്കം. പ്രതി ചേർത്ത് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് ഒടുവിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുമോ എന്നുള്ളത് കണ്ടറിയാം. ഇരുവരെയും ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടും. ഇക്കാര്യം പത്മകുമാർ നേരത്തെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല തീരുമാനമെടുത്തത്, ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അതിൽ നിന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 അംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന് പത്മകുമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരെടുത്ത് പറഞ്ഞോ പറഞ്ഞില്ലയോ ആരൊക്കെ ഉണ്ടെന്നുള്ളത് പത്മകുമാർ ആദ്യമേ തന്നെ കാട്ടിക്കൊടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ് അത് പത്മകുമാറിന് തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. അറസ്റ്റിലേക്ക് നയിച്ചതാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം എഴുതി ഒപ്പിട്ട ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സും. ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ പത്മകുമാർ മാത്രമല്ല ഒപ്പിട്ടത്, ഈ പറഞ്ഞ കൂട്ടുത്തരവാദികളായിട്ടുള്ള വിജയകുമാറും ശങ്കരദാസും. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനുമായി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഗോവർദ്ധൻ 10 ലക്ഷം രൂപ നൽകിയതായും കണ്ടെത്തി. പണം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അന്നദാനം നടത്താനായിരുന്നുവെന്നും സ്വർണം വാങ്ങിയതിലുള്ള കുറ്റബോധത്താൽ അന്നദാനം നടത്താൻ തീരുമാനിച്ചെന്നുമാണ് ഗോവർദ്ധൻ്റെ മൊഴി. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.